Hello, welcome back to my YouTube channel Gayatri Kallivila. I'm so sorry, I don't know if you can hear me. I'm not using a mic right now. എന്റെ മൈക്കിന് ചെറിയൊരു പ്രശ്നമായിട്ട് ഞാനത് തിരിച്ച് മാനുഫാക്ചറിന്റെ കയ്യിലോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് ശരിയായിട്ട് തിരിച്ചു കിട്ടുന്നത് വരെ മൈക്കില്ലാതെ തന്നെ വീഡിയോ എടുക്കേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഇസ് വൈ ഞാൻ ഇങ്ങനെ ലോങ് വ്ലോഗ്സ് ഒന്നും എടുക്കാൻ ഞാൻ കാര്യം ഇതാണ്. കാരണം എനിക്കിങ്ങനെ വ്ലോഗ്സ് എടുത്തിട്ട് അത് വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്താ പറയുക ഭയങ്കര ഒരു ലൈവായിട്ടുള്ള ഷോർട്സുകളും കാര്യങ്ങളും ഒന്നും ഇടാത്തതിന്റെ കാര്യവും. ബിക്കോസ് മൈക്ക് ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് കേട്ടോ. അപ്പം ഐ തോട്ട് ഇന്ന് എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. കാരണം എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു, ചേച്ചി യു ഷുഡ് കട്ട് യുവർ ഹെയർ ഓർ എന്താ പറയുന്നത്, ചേച്ചി യു ഷുഡ് സ്റ്റൈൽ യുവർ ഹെയർ മോർ, ലൈക്ക് മേക്ക് ഇറ്റ് ഷോർട്ടർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ മെസ്സേജസുകൾ എന്റെ ജൂനിയർ പിള്ളേരുകൾ അയച്ചു. അല്ലെങ്കിൽ ഇവൻ എന്റെ ഫ്രണ്ട്സ് 2-3 പേരാണെങ്കിലും എന്നോട് പറഞ്ഞു, ഗായത്രി മുടിയൊക്കെ ഒന്ന് വെട്ടി കുറച്ച് സ്റ്റൈലിഷ് ആവൂ എന്ന് പറഞ്ഞു. സോ ഐ തോട്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ബിക്കോസ് വൈ ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ 10th പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം മുടിയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ വരെ ഒന്ന് നമ്മൾ പറഞ്ഞില്ല മുട്ടോളം കിടക്കുക അത്രയൊന്നുമില്ല. പക്ഷെ എനിക്കൊരു അറൌണ്ട് ദ വേസ്റ്റ് ഒക്കെ എനിക്ക് മുടി ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ അന്ന് ഞാനത് മനസ്സിലാക്കിയില്ല. കാരണം എന്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് എന്റെ മുടി എന്ന് പറഞ്ഞാൽ ആ നോർമൽ ആവറേജ് ലെവൽ ഓഫ് മുടി എന്നേ ഉള്ളായിരുന്നു. അപ്പം ഐ വാസ് ലൈക്ക്, എനിക്ക് മുടിക്ക് ഭയങ്കര ഷോർട്ടാണ്, എന്റെ മുടി ഷോർട്ടാണ് എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം 10 കഴിഞ്ഞ് പിന്നെ പിള്ളേര് വന്നിട്ട് അയ്യോ ഗായത്രി മുടി കട്ട് ചെയ്തോന്ന് ചോദിക്കുമ്പോഴാണ് ഓക്കെ. പിന്നെ ഞാൻ എന്റെ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പിന്നെ ഇട്ടേക്കുന്നത് ആക്ച്വലി ഇവിടം വരെ ഉണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്തുകൊണ്ട് ഞാൻ മുടി വെട്ടുന്നില്ല. സോ ഐ ഡോണ്ട് നോ ഇങ്ങനൊരു പേര് അല്ലെങ്കിൽ ഇങ്ങനൊരു ടേം ഇസ് ആക്ച്വലി ദെയർ. ബ്യൂട്ടി പാർലർ ഫോബിയ. ബ്യൂട്ടി പാർലർ ഫോബിയ. എന്താണ് ഈ ബ്യൂട്ടി പാർലർ ഫോബിയ? ലെറ്റ് മീ ടെൽ യു. ഓക്കെ, അപ്പം ആക്ച്വലി എനിക്ക് എന്റെ ഹെയർ ഭയങ്കരമായിട്ട് ഷോർട്ട് ആക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ എം നോട്ട് സെയിങ് അത് ബാഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ദാറ്റ് ഇസ് എഗെയിൻസ്റ്റ് ട്രഡീഷണൽ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് കുറച്ച് എന്താ പറയുന്നത്, എനിക്ക് എപ്പോഴും എന്റെ ഷോൾഡറിന്റെ താഴെ മുടി വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് എനിക്ക് ആ ഒരു ഫേസിൽ എന്നെ കാണുന്നതാണ് എനിക്കിഷ്ടം. സോ ഡിഗ്രിക്ക് ഇങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാല് എന്റെ മുടി അത്യാവശ്യം എനിക്ക് നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞതിന്റെ തൊട്ട് അറൌണ്ട് ദ വേസ്റ്റ് എനിക്ക് മുടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് മുടി വെട്ടണം അമ്മ. കാരണം ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് എന്റെ ക്ലാസ്സിലുള്ള കുറെ കുട്ടികൾ നല്ല സ്റ്റൈലിന് മുടിയൊക്കെ ഇങ്ങനെ ലെയർ കട്ടൊക്കെ വിട്ടപ്പോ എനിക്കൊരു ആഗ്രഹം. അപ്പൊ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് മുടി വെട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ആസ് യൂഷ്വൽ ടിപ്പിക്കൽ മോം ആണല്ലോ കേരളത്തില്. അപ്പൊ അമ്മ പറഞ്ഞു, മുടി വേണ്ട ആകെ ഇച്ചിരി ഉള്ളു, അതിന് വെട്ടിക്കളഞ്ഞ് എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞു. പിന്നെ ഞാൻ കൈയും കാലും ഒക്കെ പിടിച്ച് അമ്മ പറഞ്ഞു ഓക്കെ വെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ചേച്ചി ആ സമയത്ത് BEdന് പഠിക്കണം. അപ്പൊ ചേച്ചി BEdന് പോയി ക്ലാസ്സിന് പോയപ്പോ ഞാനും അമ്മയും കുഞ്ഞും കൂടെ ഇവിടെ മുരുകൻ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പൊ ആ അമ്പലത്തിൽ പോയി. അങ്ങനെ ആ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ഇവിടം വരെ മുടിയുണ്ട്. അപ്പം പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ മുടി വെട്ടണം, ഇന്ന് വെട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി അമ്മ എന്തേലും കാണിക്കുന്നുള്ളൊരു രീതിയിൽ അമ്മ ആയി. അങ്ങനെ മുടി വെട്ടാനായിട്ട് കയറി. അപ്പൊ ഞാന് അന്ന് അതുവരെ ആ ഒരു ടൈം വരെ എനിക്കൊന്ന് ത്രെഡ് ഇതൊക്കെ ചെയ്യാൻ ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ +2 ആ സമയത്താണ്. അപ്പം ഞാൻ അന്ന് തൊട്ടേ ത്രെഡ് ചെയ്യാൻ പോകുന്നതും ഈവൻ എന്തെങ്കിലും ഫേഷ്യൽ ചെയ്യാൻ പോകുന്നതും അതുപോലെ എന്താ പറയുന്നത് മുടി ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യാനൊക്കെ പോകുന്നതും എല്ലാം ആ ചേച്ചിയുടെ അടുത്താണ്. അങ്ങനെ അവിടെ കയറി ചെല്ലുന്നപ്പോഴത്തേക്ക് ചേച്ചി ചോദിച്ചു, എന്താ ഗായത്രി എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ മുടി വെട്ടണം, എനിക്ക് സ്റ്റെപ്പ് കിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ലൈക്ക് ഷോർട്ട് ആക്കരുത് എന്റെ മുടി, എനിക്ക് ഒരിക്കലും ഷോർട്ട് ആക്കരുത്, എനിക്ക് ആ ഉള്ള ലെവലിൽ ചേച്ചിക്ക് എങ്ങനെ ചെയ്തു തരാൻ പറ്റും, വൃത്തിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിക്കണം, എനിക്ക് ഇവിടം വരെ മുടിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി എന്താണെങ്കിലും ഇതിന് മണ്ടയിലോട്ട് പോകരുതെന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറിയിരുന്നു. അപ്പൊ അമ്മയും കുഞ്ഞും ജസ്റ്റ് നമ്മുടെ ബ്യൂട്ടി പാർലറിന്റെ വെയിറ്റിംഗ് സൈഡാണല്ലോ, ജസ്റ്റ് ഇപ്പുറത്തായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി ഒക്കെ ഇരുന്നു. മുടിയിലേക്ക് ഇങ്ങനെ സ്പ്രേ അടിച്ച് മുടി ഇങ്ങനെ ഇതായിട്ട് വെച്ചിട്ടല്ലേ വെട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി തിരിഞ്ഞതും ഇവര് വെട്ടു തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് കണ്ട ടൈമില്
എന്റെ അടിവയറ്റിന്ന് ഒരു മിന്നല്. കാരണം ഞാൻ നോക്കിയപ്പോ എന്റെ മുടി മുറിച്ചു വെച്ചേക്കും. അതാണ്ടേ ഇത്രയായി കിടക്കുന്ന എന്റെ മുടി. എനിക്ക് എന്ത് തോന്നണം നിങ്ങൾ പറ. ഓക്കെ, ഞാൻ എന്താ ചെയ്യണ്ടേ? കാരണം എനിക്ക് അത്രയ്ക്ക് ടെൻഷനായിട്ട് ഐ വാസ് ലൈക്ക്, ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ എന്നോട് ചോദിച്ചിട്ടേ വെട്ടാവുള്ളൂ. കാരണം ലോകത്തെ ഏത് ബ്യൂട്ടി പാർലറിൽ പോയാലും ചെയ്യാവുന്ന ഒരു മിനിമം കാര്യമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് ഓക്കെ ഓക്കെ എന്ന് ചോദിച്ചിട്ടല്ലേ അവർ കട്ട് ചെയ്യുന്നത്. ഞാൻ കണ്ടിരിക്കുന്നതേ അതാണ്. പക്ഷെ എന്നിട്ടപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി വെട്ടണ്ട ചേച്ചി അങ്ങനെ നിർത്തിക്കും, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞു അയ്യോ അത് പറ്റത്തില്ല, പകുതിപ്പോളം ഞാൻ വെട്ടിയെന്ന്. അങ്ങനെ ഞാൻ എന്റെ മുഴുവൻ പുറകെ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഇത്രയും ആ ചേച്ചി വെട്ടിക്കഴിഞ്ഞു. ഞാൻ വിചാരിക്കും ഇത് ഇപ്പം ഞാൻ അങ്ങോട്ട് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വെട്ടിക്കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ ഇരിക്കുക, ദൈവമേ. ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോ എന്റെ അമ്മ തറയിലോട്ട് നോക്കി നിൽക്കുക. ഇത്രയും നീളം ഉള്ള മുടിയാണ് തറയിൽ വീണ് കിടക്കുന്നത്. ആ ഒരൊറ്റ വെട്ടുന്നത് ഇത് ഏത് സ്റ്റെപ്പാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെയാണോ ആൾക്കാർ സ്റ്റെപ്പ് കട്ട് വെട്ടത് എനിക്കറിയില്ല. അപ്പം ആക്ച്വലി ഐ ലുക്ക് ലൈക്ക് എന്താ പറയുന്നത് ബേബി ഡോൾ. ആ ഒരു അവസ്ഥയായി. കാരണം അനബലിലേക്കകത്തൊക്കെ ഒരു പ്രേതത്തിന്റെ ആ ഒരു അവസ്ഥയിലാണ് എന്നെ വെട്ടിയിട്ടത്. അങ്ങനെ വെട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന് കരയുവാണോ, എനിക്കങ്ങ് നാണക്കേട്. കാരണം പുറത്തിറങ്ങി കരയാൻ അങ്ങനെ ആകെ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനങ്ങ് ഒരുമാതിരി എനിക്കത് ആ ഒരു ഫീലിംഗ് എനിക്ക് നിങ്ങളെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് ആ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയവർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച് മുടി വെട്ടാനായിട്ട് പോകുന്നു, നമ്മുടെ അടുത്ത് ഒരു വാക്ക് ചോദിക്കാതെ നമ്മുടെ മുടിയില്ല ഒരുമാതിരി പഴനിന്റെ ഒക്കെ പോയിട്ട് മുടി മുട്ടയടിച്ചിട്ട് കിളിച്ച് വരത്തില്ലേ, ആ അവസ്ഥയിൽ വെട്ടിവെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അതിനുള്ള ഒരിതുണ്ട്. പക്ഷെ എനിക്കതില്ല. കാരണം അത്രയ്ക്ക് നീളത്തിൽ ഓക്കെ മുടി വെട്ടിയും കളഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യം. കാരണം ഞാൻ പകുതിക്ക് വെച്ച് നിർത്താനൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഇവര് പട്ട എന്നൊക്കെ പറഞ്ഞ് മുടി എന്തൊക്കെ ഇട്ട് കാണിച്ച്. അപ്പൊ ആ ടൈമിൽ ബ്യൂട്ടി പാർലറിൽ വേറൊരു ചേച്ചി മുടി വെട്ടാനായിട്ട് വന്നു. അപ്പൊ ഇവരിങ്ങനെ തറയിലോട്ടും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് ആ കൊച്ചിന്റെ ഇഷ്ടത്തിലാണോ ഇത്രയും വെട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞ് എനിക്കറിയത്തില്ല, തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് മുടി പകുതി മുറിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേച്ചി ഇങ്ങനെ തറയിൽ നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ നീളത്തിൽ കിടക്കും എന്റെ മുടി. അങ്ങനെ എനിക്കങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഞാൻ എങ്ങനെ കരയാതിരിക്കും? നിങ്ങൾ അതോടൊന്ന് ആലോചിച്ച് വേണം. ആ കോളേജിൽ പോകുന്ന സമയം, ടീനേജ് പ്രായം, പെട്ടെന്നൊരു സമയത്ത് നമ്മുടെ മുടി ഇത്രയും പോവാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാനത് എങ്ങനെ എടുത്തു എന്നുള്ളത്. അപ്പം ഏതൊരു ബ്യൂട്ടി പാർലറിൽ പോയാലും ബെയർ മിനിമം ആണ് നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്ത് മുടി സെറ്റ് ആക്കി ഇട്ട് തരിക എന്നുള്ളത്. കാരണം വീട്ടിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം ഇവര് മുടി വെട്ടിട്ട് അറിഞ്ഞ കഴിഞ്ഞു പൊക്കോ. അപ്പൊ ഞാനൊരു ചേച്ചി ബ്ലോ ഡ്രൈ ചെയ്യുന്നില്ലേ, നോക്കിട്ട് ബ്ലോ ഡ്രയർ ഇങ്ങോട്ട് എടുത്തിട്ട് ചീപ്പിട്ട് 2 വലി, എന്റെ പൊന്നി എന്റെ തല വേദനിച്ചു. അതുപോലെ 2 പീടി ഇങ്ങനെ എന്നിട്ട് എടുത്തു പറഞ്ഞേ, നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ, ഇതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മുടി വെട്ടാനായിട്ട് വരരുത്. ഞാൻ ചോദിച്ചു ചേച്ചി മുടി വെട്ടാൻ ലോകത്ത് എവിടെ ചെന്നാലും നമ്മുടെ ഇഷ്ടത്തിനാണ് മുടി വെട്ടി തരുന്നത്. ചേച്ചി ഓസിന് എനിക്ക് ചെയ്തല്ലോ, ഞാൻ പൈസ തരുന്നു. ചേച്ചിയുടെ ഇഷ്ടത്തിന് വെട്ടി തരാനാണെങ്കിൽ ഞാൻ പൈസ തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പൈസ തരുന്നു, ചേച്ചി അപ്പോൾ എന്റെ ഇഷ്ടത്തിന് വേണം വെട്ടിത്തരാം. അല്ലെങ്കിൽ മുടി വെട്ടുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണം ഗായത്രി കട്ട് ചെയ്യാൻ പോകാൻ. ദാറ്റ് ഇസ് ബെയർ മിനിമം. അല്ലെങ്കിൽ അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എവിടെ പോയിട്ടാണ് നിങ്ങൾ ഈ മുടി വെട്ടാനായിട്ട് പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ഇതിനാണെങ്കിൽ നിങ്ങൾ വരരുത്, മേലെ വരരുത്, എനിക്ക് ഇങ്ങനെയുള്ള അടുത്തൊന്നും മുടി വേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ അത് പറ. കാരണം വന്നിട്ട് ക്രാപ്പ് പോലെ എന്നെയാണ്ട് ഈ പരിവാക്കി വിട്ടിട്ട് ഇപ്പൊ ഞാൻ എന്തോ തെറ്റ് എന്ന് വെച്ചാല് നമ്മളെ പൈസ കൊടുക്കുകയും വേണം, അവരുടെ വായിലിരിക്കുന്നത് കേൾക്കുകയും വേണം. അത് ഇവിടുത്തെ സംഭവം. ഇത് ഞാൻ അവിടെ മുടി വെട്ടാൻ ചെല്ലുന്ന എന്റെ മുടി അവർക്ക് തോന്നിട്ട് കച്ചറ വെട്ടിയിട്ടിട്ട് ഞാൻ അവരുടെ വായിരിക്കുന്ന നോക്കണം. ഈ വരരുത്. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ഞാനത് പ്രോസസ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്തു ഇതിൽ? കാരണം അത്രയ്ക്ക് ഒരു പരിവാക്കിയിട്ട് വിട്ടു. ഓക്കെ, ഞാൻ വിചാരിച്ചു. ഞാൻ പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിച്ചു. കാരണം ഓൾറെഡി എനിക്ക് ഭയങ്കര ഒരു മോശമായ സമയത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ചിലർ പറയാറുണ്ടല്ലോ, മോശമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ മുടി ഭയങ്കരമായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റം വരും എന്നൊക്കെ. ഐ ആം നോട്ട് ദാറ്റ് ടൈപ്പ്. ബിക്കോസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാനൊരു ബാഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്റെ മുടി ഷോർട്ടാക്കി എനിക്ക് അതും കൂടെ കണ്ട് ഞാൻ ഡിപ്രഷൻ ആയിപ്പോകും. കാരണം എനിക്ക് എന്റെ മുടി അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു തിങ്കിങ് ലെവലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നും എനിക്കില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. അമ്മ എന്താ പറയുന്നത്, അമ്മ കുഴപ്പമില്ല മോളെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കറിയാം അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? കാരണം ക്രാപ്പ് ആക്കി വിട്ടേക്കാണ്, ലിറ്ററലി ക്രാപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നിട്ട് എന്റെ ദൈവമേ, ഞാൻ കുളിച്ചു. ഒരു കേളി ഹെയർ, ഒരു 50% കേളി ഹെയർ ആയ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഉള്ള എന്റെ ആ ക്രാപ്പ് മുടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഇറ്റ് വാസ് വേഴ്സ്റ്റ്.
എന്ന് വെച്ചാൽ ഈശ്വര ഞാനിത് എന്തിന് ചെയ്തു എന്നുള്ളതായിരുന്നു എനിക്ക്. കാരണം അത്രയ്ക്ക് മോശമായി കാരണം ആ വെട്ടേക്കുന്നത് പോലെ ശരിയല്ല. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എനിക്കറിയാമല്ലോ, ഞാൻ അതിന് മുമ്പും വെട്ടിയിട്ടുള്ളതാ. ഇവിടിച്ചിരി 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 കാണാനൊരു ഭംഗിയില്ലെന്നേ. അങ്ങനെ ഞാനങ്ങ് പട്ടിയുടെ കൂട്ടിരുന്ന് ഞാനങ്ങ് കരഞ്ഞു. എനിക്കങ്ങ് സങ്കടം വരുമോ, കാരണം ഞാൻ എന്നിട്ട് ഇങ്ങനൊന്ന് പിടിച്ചിട്ട് ബണ്ണിട്ട് കെട്ടാനുള്ള മുടി പോലും എന്റെ തലമുടിയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് വെട്ടിക്കളഞ്ഞു. അങ്ങനെ ചേച്ചിക്ക് ഓൾറെഡി ഇത് കണ്ടിട്ട് വിഷമമായി. ചേച്ചി വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ചേച്ചി എന്ത് ചെയ്തു, എനിക്ക് ഒന്നും കൂടെ വിഷമം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, എടി മഞ്ജുപിള്ളയുടെ മോളുണ്ടല്ലോ ഇതുപോട്ടാണ് മുടി വെട്ടിയേക്കുന്നത്, നല്ല രസമാണെന്നൊക്കെ പറയും. ചേച്ചിക്കും അറിയാം എനിക്കും അറിയാം വെറും തറയായിട്ടാണ് വെട്ടിയേക്കുന്നത്. അങ്ങനെ ചേച്ചി എന്തൊക്കെയോ ചെയ്തൊന്നു ലെവലാക്കി തന്നു. കാരണം എന്റെ ഈ ചെവിയുടെ തൊട്ട് താഴെ വരെ ഉള്ളു കേട്ടോ എനിക്ക് മുടി. താണ്ട് ഇത്രയേ ഉള്ളു മുടി. അവർ വെട്ടിയേക്കുന്ന മുടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം. ലോകത്ത് ഏത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് പറയാതെ ഇമ്മാതിരി തോന്നിവാസം കാണിച്ചു നോക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച്. എന്നിട്ട് അപ്പൊ അവരുടെ പറഞ്ഞു, ഇനി ഇയാൾ എന്റെ അടുത്ത് മിണ്ടാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇനി മിണ്ടുന്നില്ല. ഇങ്ങനെ ഉള്ളടുത്ത് ഞാൻ മിണ്ടണമായിരുന്നു. കാരണം ഞാൻ അങ്ങോട്ട് പൈസ വന്നിട്ട് നിങ്ങളുടെ വായിക്കുന്ന മൊത്തം ഞാൻ കേൾക്കുകയും വേണം. എനിക്കിഷ്ടത്തിന് മുടിയും കിട്ടിയില്ല, എന്ത് ചെയ്യാനാ. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരാ ചേച്ചി എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, ഞാനും സംസാരിച്ചിട്ടില്ല. ഞാൻ പിന്നെ അവിടെ പോയിട്ടുമില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്റെ മുടി പോയി വെട്ടാത്തത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു അറൌണ്ട് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കളിച്ചപ്പോഴത്തേക്ക് ഒരു ബോബിങ് ലെവലായി. ബോബെന്ന് പോലും ആക്ച്വലി ആ കട്ടിനെ വിളിക്കാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ഒരു കട്ടായിരുന്നത്. അപ്പൊ അച്ഛൻ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോറ ബുജി. യെസ്, ഡോറ ബുജിയിലെ ഡോറേന്റെ കൂട്ട് അതുപോലാണ് കട്ട് ചെയ്ത് വിട്ട് തന്നത്. ഓക്കെ, അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്തിനെന്നോട് ഇത് കാണിച്ചു എന്നായിരുന്നു എനിക്ക്. കാരണം കോളേജിലൊക്കെ ചെന്ന സമയത്തേക്ക് എനിക്ക് 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉള്ളൂ. അപ്പം അവരിങ്ങനെ പറഞ്ഞു, അയ്യോ ഇത് എന്താണ് ഗായത്രി, ഇത് ജാൻവി ഹരിതയൊക്കെ ചോദിച്ചിട്ട് ഇത് എന്താണിത്, ആര് വെട്ടിയത്, ഈ പരുവത്തിൽ ഇത് ആക്കി വിട്ടു എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് പറയാനാ ഇതിൽ കൂടുതൽ. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം ഏത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇരിക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. കാരണം ലിറ്ററലി ആ ഒരു നമ്മൾ പറയത്തില്ല അബ്സല്യൂട്ട് ആങ്സൈറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ എനിക്കങ്ങ് ഭയങ്കര ടെൻഷനാണ്. അടിവയറ്റിനൊക്കെ ഭയങ്കര എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ വന്നു. അപ്പൊ അതിനുശേഷം എനിക്ക് പരിചയമില്ലാത്തവരുടെ കയ്യിൽ എന്റെ മുടി കൊടുക്കുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അത്രയ്ക്കൊരു ട്രോമ പോലെ, ട്രോമ എന്നൊക്കെ അതിന് വിളിക്കാവുന്ന എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അത്രയ്ക്കൊരു ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്റെ മുടി എനിക്ക് കംപ്ലീറ്റ് വെട്ടി തരുന്നത് എന്റെ ചേച്ചിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും സ്റ്റൈൽ വെട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ യൂട്യൂബൊക്കെ നോക്കി ഞാൻ തന്നെ വെട്ടുമായിരുന്നു. ആ ചേച്ചി അല്ലാതെ, അല്ലെങ്കിൽ ചേച്ചിയും ഞാനും അല്ലാതെ എന്റെ മുടിയിൽ ഇട്ടേക്കുന്ന ഒരേ ഒരാൾ ശില്പയാണ് ഹോസ്റ്റലിൽ ചെന്ന സമയത്ത്. അപ്പൊ അവൾ എനിക്ക് വെട്ടി തന്നിട്ടുണ്ട്. അല്ലാതെ ഒരൊറ്റ മനുഷ്യൻ എന്റെ മുടിയിൽ തൊട്ടിട്ടുമില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഒരിതാണ്. എനിക്കറിയാം ലൈക്ക് ദർ ആർ എന്താ പറയുക, ഒരുപാട് നല്ല ഹെയർ സ്റ്റൈലിസും ഹെയർ സെറ്റ് ചെയ്യുന്ന ആൾക്കാരും എല്ലാം ഉണ്ട്, കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് അത്രയും ഒരു ഇതായിപ്പോയി. കാരണം അത് ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. അത് ഒരു വട്ടമെങ്കിലും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഞാൻ ഈ പറയുന്നതിന്റെ ഡെപ്ത് എന്താണെന്ന്. അപ്പൊ ഈ അടുത്ത സമയത്ത് ഞാൻ ഉണ്ണി ചേച്ചിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ലൈക്ക് ചേച്ചി ഭയങ്കര സ്റ്റൈലിനൊക്കെ വെട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വെറും വൃത്തിയായിട്ട കോലമായെന്ന്. അപ്പം ഒരു ചുരുണ്ടമുടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതിന്റെ കൂടെ ഇപ്പം ഭയങ്കര ലെങ്ത്തിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇട്ട് അവർക്ക് ബോയ്ക്കിട്ട് പോലൊക്കെ കൊണ്ടുനടക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓക്കെ. ആ ഒരു കച്ചറ ബ്ലേഡ് വെച്ച് അറുത്ത് വെക്കുക എന്നറിയില്ല, ആ ഒരു പരുവായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു പരുവത്തില് ഞാൻ ഇറങ്ങിയിട്ട് ഇത് കിളിച്ച് വരുന്നില്ല, അതാണ് ഏറ്റവും വലിയ. ഇപ്പൊ ഇവര് സ്വന്തമായിട്ട് പറയുമായിരുന്നു ഞാൻ വെട്ടിയ മുടി ഭയങ്കരമായിട്ട് വളരും, അടിപൊളിയായിട്ട് വളരും മോളെ എന്നൊക്കെയായിരുന്നു എന്റെ അടുത്ത് പറയുന്നത്. എന്റെ മുടിയുടെ വളർച്ച അതോടെ അങ്ങ് നിന്ന്. അത് പിന്നെ കിളിച്ച് വരാൻ കാരണം മുടി ഇത്രയായിട്ടും പകുതി മുടി ഇവിടെ കിടക്കും. നിങ്ങൾ എന്റെ ഗതികേടൊന്ന് ആലോചിച്ചോണം. മുടിയുടെ പകുതി ഇവിടെ, ബാക്കി പകുതി ഇവിടെ ഇങ്ങനെ കിടക്കാണ്. അപ്പം കുളിച്ചങ്ങോട്ട് കഴിഞ്ഞ് മുടി ഉണങ്ങുമ്പോഴത്തേക്കാണ്ട് ഇത്ര ഇങ്ങനെ ഇരിക്കും. ഷോക്ക് അടിച്ചതിൻ്റെ എനിക്ക് അറിയില്ല. ഞാൻ അവിടെ പോയിട്ടില്ല. കാരണം എനിക്ക് പോകാനുള്ളൊരു, എനിക്കവിടെ കാണുമ്പോഴേ ഒരുമാതിരിയാണ്. അപ്പം ഈവൻ എനിക്ക് ത്രെഡ് ചെയ്യാൻ പോലും എനിക്ക് അറിയാത്ത ഒരാളുടെ അടുത്ത് ഇരുന്ന് കൊടുക്കാൻ എനിക്ക് അതിനുശേഷം പേടിയാണ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സോ ദാറ്റ് ഇസ് വൈ ഞാൻ പിന്നെ മുടി വെട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇതിന്റെ സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ ഇമ്മാതിരി കട്ട് എനിക്ക് കട്ട് ചെയ്ത് തന്നുവിട്ട. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടാത്തത്. സോ ഇതേ ഉള്ളൂ. അപ്പം ഇതുവരെ എന്റെ വീഡിയോ ആരെങ്കിലും കാണാതിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ എന്തായി പറയുന്നത് പകരം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക,
എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയാം. ദിസ് ഇസ് വെരി പേഴ്സണൽ. എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. ബിക്കോസ് നമ്മളൊരു ഇങ്ങനെ എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്മോൾ ബിസിനസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ആൾക്കാരെക്കാട്ടിൽ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഒട്ടും അറിയാത്ത, നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറെ ആൾക്കാരായിരിക്കും അല്ലേ. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം എന്റെ ചേച്ചിയുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പക്ഷേ അവര് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, അവരെനിക്ക് മെസ്സേജ് അയക്കുന്നു, വീഡിയോസിനെ പറ്റി അഭിപ്രായം പറയുന്നു, കമന്റ് ഇടുന്നു. ഇറ്റ്സ് മീൻസ് എ ലോട്ട്. ബിക്കോസ് ഞാനതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഐ സ്റ്റോപ്പ് എക്സ്പെക്ടിങ്. അത് അത്രേ ഉള്ളൂ. അപ്പം അതുപോലെ കുറച്ചൊരു ബഞ്ച് ഓഫ് ആൾക്കാർ എനിക്കുണ്ട്. അപ്പം ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ യാ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.